ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ ടിപ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയിൽ നോക്കിക്കൊണ്ടിരുന്നത് +2 പോർഷനിലെ ചാപ്റ്റർ 1 ദി സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയത് കാൽക്കുലേഷൻ ഇൻവോൾവിങ് യൂണിറ്റ് സെൽ ഡയമെൻഷൻ, അവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ്, പിന്നെ ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷനാണ്. അപ്പോൾ എന്താ അവിടെ പറയുന്നതെന്ന് നോക്കാം. Although crystalline solids have short range order as well as long range order in the arrangement of their constituent particles, yet crystals are not perfect. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ലോങ് റേഞ്ച് ഓർഡർ ഉള്ളവരാണ്, അല്ലെങ്കിൽ അവർക്ക് ലോങ് റേഞ്ച് ഓർഡറും ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ഓർഡറും ഉണ്ട്. അറേഞ്ച്മെൻറ്റിന് ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാലും, അതായത് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാലും അവരിലും എന്ത് കാണും, അല്ലെങ്കിൽ എല്ലാ ക്രിസ്റ്റൽസും ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പാർട്ടിക്കിൾസ് വെച്ചാണല്ലോ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. അപ്പം ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിക്കോട്ടെ, ലോങ് റേഞ്ച് ഓർഡർ ക്രിസ്റ്റലൈൻ സോളിഡ്സിനുണ്ടെങ്കിൽ തന്നെയും അവർ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ ആവത്തില്ല. Usually a solid consists of an aggregate of large number of small crystals. These small crystals have defect in them. എന്താ, യൂഷ്വലി ഒരു സോളിഡ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു വലിയ സോളിഡ് ഉണ്ടാവുന്നത്. ഈ ഓരോ ക്രിസ്റ്റലുകൾക്കും എന്ത് കാണും, ഡിഫക്റ്റ് കാണും. This happens when crystallization process occurs at fast or moderate rate. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഒരു വസ്തു, ഏതൊരു വസ്തു ആയിക്കോട്ടെ, അത് ക്രിസ്റ്റലായി മാറുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ക്രിസ്റ്റലായി ഒന്നെങ്കിൽ മാറ്റപ്പെടുമ്പോൾ എന്ത് പറ്റും, മാറ്റപ്പെടുന്നത് ഭയങ്കര സ്ലോ റേറ്റിലായിരിക്കണം, അതായത് ഭയങ്കര വേഗത കുറഞ്ഞായിരിക്കണം. ഇത് ഒന്നെങ്കിൽ വേഗത കൂടിപ്പോവും, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് റേറ്റിൽ, ഒരു മോഡറേറ്റ് വേഗതയിലായിരിക്കും ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു വസ്തു ക്രിസ്റ്റലായി മാറുന്ന ആ ഒരു പ്രക്രിയ നടക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, ഒരു ക്രിസ്റ്റല് കൃത്യമായിട്ട് ഫോം ചെയ്യത്തില്ല, അതായത് പെർഫെക്റ്റ് ആയിട്ട് ഫോം ചെയ്യത്തില്ല. സിംഗിൾ ക്രിസ്റ്റൽസ് ആർ ഫോംഡ് വെൻ ദ പ്രോസസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഒക്കേഴ്സ് അറ്റ് എക്സ്ട്രീംലി സ്ലോ റേറ്റ്. ഒരു സിംഗിൾ ക്രിസ്റ്റലായിട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്, സ്ലോ റേറ്റിൽ ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോഴാണ്. ഈവൻ ദീസ് ക്രിസ്റ്റൽസ് ആർ നോട്ട് ഫ്രീ ഓഫ് ഡിഫക്റ്റ്. അങ്ങനെ സ്ലോ റേറ്റിൽ നടക്കുന്നെങ്കിൽ പോലും എന്താ, ഈ ക്രിസ്റ്റൽസും, അതായത് സിംഗിൾ ക്രിസ്റ്റൽ നമുക്ക് കിട്ടുന്നതിന് പോലും എന്തില്ല, ഡിഫക്റ്റ് ഇല്ലാതെ ഒരു ക്രിസ്റ്റലും ഇല്ല. ദി ഡിഫക്ട്സ് ആർ ബേസിക്കലി ഇറഗുലാരിറ്റീസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പം ഡിഫക്റ്റ് എന്ന് പറയുന്നു. ഒരു സോളിഡിൻ്റെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം സംഭവിക്കുന്നു. ആ വ്യത്യാസം സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താ, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫാസ്റ്റോ മോഡറേറ്റ് ലെവലിലോ നടക്കും, സ്ലോ റേറ്റിൽ നടക്കാതെ വരുമ്പോൾ. ഈവൻ സ്ലോ റേറ്റിൽ നടന്നാൽ തന്നെ ഡിഫക്റ്റ് ഉണ്ടാവും. ബ്രോഡ്ലി സ്പീക്കിംഗ് ദ ഡിഫക്റ്റ് ആർ ഓഫ് 2 ടൈപ്സ്. ഇനി നമ്മൾ എന്താ, സോളിഡ്സിൻ്റെ അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ്റെ വേറൊരു പേരാണ് ഡിഫക്റ്റ്. ഡിഫക്റ്റിനെ നമ്മൾ മെയിൻലി 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പോയിൻ്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. ആ പോയിൻറ്റും ലൈൻ എന്നുള്ള വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാം. എന്താ, പോയിൻ്റ് ഡിഫക്റ്റ് ആർ ദ ഇറഗുലാരിറ്റീസ് or deviation from ideal arrangement around a point or an atom in a crystalline substance. അപ്പം ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിലുള്ള വ്യത്യാസമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം പക്ഷെ പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എങ്ങനെ വ്യത്യാസം സംഭവിക്കുന്നു, ഒന്നെങ്കിൽ ഒരു ആറ്റത്തിന് വ്യത്യാസം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള പാർട്ടിക്കിൾസിന്, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റങ്ങൾക്ക് വ്യത്യാസം സംഭവിക്കുന്നു. അങ്ങനെ ഒരു ആറ്റം അല്ലെങ്കിൽ ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റങ്ങൾക്ക് അങ്ങനെയൊക്കെ ഡിഫറൻസ് സംഭവിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. വേറാസ് ലൈൻ ഡിഫക്റ്റ് ആർ ദ ഇറഗുലാരിറ്റീസ് ഓർ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ എൻ്റെ റോ ഓഫ് ലാറ്റിസ് പോയിൻ്റ്. ഒരു ലാറ്റിസ് പോയിൻറ്റിൻ്റെ എൻ്റെ റോ മൊത്തമായിട്ട്, എന്താ, റോയോ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടൊക്കെ റോയ്ക്ക് ഫുള്ളായിട്ട്, ഒരു നിര ഫുള്ളായിട്ട് അറേഞ്ച്മെൻറ്റിന് വ്യത്യാസം വരുവാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും, ലൈൻ ഡിഫക്റ്റ് എന്ന് പറയും. ദീസ് ഇറഗുലാരിറ്റീസ് ആർ കോൾഡ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ഇവരെ വേറൊരു പേരിലും പറയുന്നുണ്ട്, എന്താ, ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ഇംപെർഫെക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡിഫക്റ്റുകളെന്ന് പറയും.
വി ഷാൽ കൺഫൈൻ അവർ ഡിസ്കഷൻ ടു പോയിൻ്റ് ഡിഫക്റ്റ് ഉള്ളി. നമ്മൾ നോക്കുന്നത് പോയിൻ്റ് ഡിഫക്റ്റ് മാത്രം. അപ്പം ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ് രണ്ട് വിധത്തിലുണ്ട്, ലൈൻ ഡിഫക്റ്റും പോയിൻ്റ് ഡിഫക്റ്റും. നമ്മൾ നോക്കാൻ പോകുന്നത് പോയിൻ്റ് ഡിഫക്റ്റ്, അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ ചുറ്റുമുള്ളതോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനോ സംഭവിക്കുന്ന വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റ് ഒരു സോളിഡിനകത്ത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനിയും അടുത്ത പോർഷൻ ടൈപ്പ് ഓഫ് പോയിൻ്റ് ഡിഫക്റ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു ഫ്ലോ ചാർട്ട് കാണിക്കാം. അത് നോക്കിയിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് പോയിൻ്റ് ഡിഫക്റ്റ് പഠിക്കാം. ഇംപെർഫെക്ഷൻസ് ഓഫ് സോളിഡ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ലൈൻ ഡിഫക്റ്റും പോയിൻ്റ് ഡിഫക്റ്റും. ഇനി എന്താ ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു റോയിലോ കോളത്തിലോ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് മൊത്തത്തിൽ ഒരു റോയോ ഒരു കോളമായിട്ടോ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അതിനെയാണ് നമ്മൾ ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം, അതായത് ഒരു പർട്ടിക്കുലർ ആറ്റം ഒരു സ്ഥലത്ത് വന്നിരിക്കുവോ ഒരു സ്ഥലത്തു നിന്ന് പോവോ അല്ലെങ്കിൽ വേറൊരു ആറ്റം വന്നിരിക്കുവോ, അങ്ങനെ ഒരു ആറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ പോയിൻ്റ് ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുന്നത് പോയിൻ്റ് ഡിഫക്റ്റ് ആണ്. പോയിൻ്റ് ഡിഫക്റ്റ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പം എന്താ ഈ ഡിഫക്റ്റ് എന്ന് പറയുന്നത്? എന്താ സ്റ്റോഷ്യോമെട്രി എന്ന് പറയുന്ന പോർഷൻ നമ്മൾ 11th ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സ്റ്റോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ഒരു കോമ്പൗണ്ടിനകത്ത് ഓരോ എലമെൻറ്റുകളും അതിൻ്റെ ഫിക്സഡ് പ്രൊപ്പോർഷനിലായിരിക്കും കാണുന്നത്, അതാണ് സ്റ്റോഷ്യോമെട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ കേസ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എക്സാമ്പിൾ പറയാം. NaClൻ്റെ ഒരു സോളിഡ്, NaCl സോളിഡ്, അതിനകത്ത് നമുക്കറിയാം ഒരുപാട് Na+ഉം ഒരു 5 Na+ഉം ഒരു 5 Cl- ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെ ഇരിക്കുന്ന കേസസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ച് ഒരു Na+ പോയി, ആ കൂട്ടത്തിൽ തന്നെ ഒരു Cl- പോയി. അങ്ങനെയാകുമ്പം ഇവരുടെ റേഷ്യോ നോക്കിക്കേ, ആദ്യം 5 Na+ഉം 5 Cl- ആയിരുന്നു. അപ്പം 1:1 റേഷ്യോ എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഡിഫക്റ്റ് സംഭവിച്ചപ്പോൾ ഒരു Na+ പോയി, ആ കൂട്ടത്തിൽ തന്നെ ഒരു Cl- പോയി. അപ്പോഴും റേഷ്യോ എത്ര തന്നെ? 4:4 അല്ലെങ്കിൽ 1:1. അങ്ങനെ ഉള്ള കോമ്പൗണ്ടുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിഫക്റ്റിനെയാണ്, അതായത് ഇവരെ നോക്കാമെങ്കിൽ എന്താ, എലമെൻറ്റിൻ്റെ കോമ്പസിഷൻ അല്ലെങ്കിൽ കാറ്റയോൺ ആനയോൺ റേഷ്യോയിൽ വ്യത്യാസമില്ലാതെ അവർ സെയിം ആയിട്ട് തന്നെ നിലനിൽക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്താ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാലും അവരുടെ എലമെൻ്റൽ അല്ലെങ്കിൽ കാറ്റയോണിക് ആനയോണിക് റേഷ്യോ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ്. ഇനി അങ്ങനെ നിൽക്കുന്നില്ല എങ്കിൽ, അതായത് 5 Na+ഉം 5 Cl- ഉണ്ടായിരുന്ന കേസിൽ ഒരു Na+ പോയി 4 Na+ഉം Cl- 5 തന്നെ നിൽക്കുകയാണെങ്കിൽ അവിടെ 4:5 എന്ന് പറയുന്ന ഒരു റേഷ്യോ വരും. അപ്പോൾ റേഷ്യോ ഡിഫറൻസ് അവിടെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസസിൽ എന്തെന്നാ പറയുന്നത്? നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റും നോൺ സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റും. ഇനി ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒരു എലമെൻറ്റ്, ബന്ധവുമില്ലാത്ത ഒരു എലമെൻറ്റ് വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനിയും സ്റ്റോഷ്യോമെട്രിക് ഡിഫക്റ്റ് 2 ആൾക്കാർ കാണിക്കും. ഒന്ന് അയോണിക് സോളിഡുകൾ കാണിക്കും, പിന്നെ നോൺ അയോണിക് സോളിഡുകൾ. ഞാനിവിടെ കോവാലൻ്റ് എന്ന് എഴുതിയത് നോൺ അയോണിക് സോളിഡ് എന്ന് പറഞ്ഞാൽ മതി. നോൺ അയോണിക് സോളിഡുകൾ കാണിക്കും. നോൺ അയോണിക് സോളിഡുകൾ കാണിക്കുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഷോട്ട്കി ഓർ ഫ്രെങ്കൽ ഡിഫക്റ്റ്. അവരെ നമ്മൾ പ്രത്യേകം പേരിലാണ് വിളിക്കുന്നത്, ഷോട്ട്കി ഓർ ഫ്രെങ്കൽ. സ്റ്റോഷ്യോമെട്രിയിൽ തന്നെ കോവാലൻ്റ് ആയിട്ടുള്ള സോളിഡുകൾ കാണിക്കുന്നത്. അയോണിക് സോളിഡുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെയാണ്? കാറ്റയോണും ആനയോണും കൂടെ ചേരുന്നത്, അതാണ്. അതായത് ഇപ്പോൾ Na+, NaCl, AgBr അങ്ങനത്തെ പ്ലസും മൈനസും കാറ്റയോണും ആനയോണും കൂടെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനിൽ കൂടെ ബന്ധിക്കുന്നവരാണ് അയോണിക് സോളിഡ്. അപ്പം അങ്ങനെ
അല്ലാത്ത സോളിഡുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തൊരു കോവാലൻ്റ് ആയിട്ടുള്ളവർ, അങ്ങനെയുള്ളവർ കാണിക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്താ? വേക്കൻസി ഓർ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയും. വെറും വേക്കൻസി ഡിഫക്റ്റ് അല്ലെങ്കിൽ വെറും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്നേ പറയത്തുള്ളൂ. അയണിക് സോളിഡുകളാണ് നമ്മളവർ പ്രത്യേകം പേരിൽ പറയും ഷോട്ട്കി ഡിഫക്റ്റ് ഓർ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന്. ഇനി ഇതെന്താണെന്ന് കുറച്ചും കൂടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഡിഫക്റ്റ് നോക്കുന്നത്. പോയിൻ്റ് ഡിഫക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇപ്പോൾ നോക്കിയതാണ്, ആ ഫ്ലോ ചാർട്ടിലുണ്ടായിരുന്നു. പോയിൻ്റ് ഡിഫക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ടൈപ്സ്: സ്റ്റോഷിയോമെട്രിക്, ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് അല്ലേ. ഇനി സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്താ? ദീസ് ആർ ദ പോയിൻ്റ് ഡിഫക്റ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് ദ സോളിഡ്. പറഞ്ഞല്ലോ, ഒരു ഡിഫക്റ്റ് ഉണ്ടായി, അതായത് ഒരു പോയിൻ്റ് ഡിഫക്റ്റ്, ഒരു ആറ്റത്തിന് ഒന്നുകിൽ അത് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ വേറൊരു ആറ്റം വരാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കാം. എങ്ങനെ സംഭവിച്ചാലും ആ സോളിഡിൻ്റെ കാറ്റയോൺ ആനിയോണിക് റേഷ്യോയിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡിഫക്റ്റിനെ നമ്മൾ എന്തെന്ന് പറയും? സ്റ്റോഷിയോമെട്രിക് പോയിൻ്റ് ഡിഫക്റ്റ് എന്ന് പറയും. ദേ ആർ ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേരുകൾ ഓർത്തിരിക്കുക. അവരുടെ മറ്റൊരു പേരാണ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന്. കാരണം ക്വസ്റ്റ്യൻ ചിലപ്പോൾ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ കേട്ടിട്ടില്ലാത്ത പോലെ ഇരിക്കരുത്. നമ്മൾക്ക് ഈ പേര് അതുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കുക. എന്താ? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഇൻട്രിൻസിക് ഡിഫക്റ്റ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. ബേസിക്കലി ദീസ് ആർ ഓഫ് 2 ടൈപ്സ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 2 തരമാണ്. ഏതൊക്കെയാണ്? വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പാരഗ്രാഫിൽ എത്തുമ്പോഴാണ് അവർ പറയുന്നത് വേക്കൻസി ആൻഡ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്ട്സ് ആർ എക്സ്പ്ലെയിൻഡ് എബോവ് ക്യാൻ ബി ഷോൺ ബൈ നോൺ അയോണിക് സോളിഡ്സ്. അപ്പം ഇവരിവിടെ വരുമ്പോഴത്തേക്കാണ് പറയുന്നത് നോൺ അയോണിക് സോളിഡ്സ് ആയത് കാണിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നോൺ അയോണിക് സോളിഡ്സ് കാണിക്കുന്നതാണ് ബേസിക് ആയിട്ട് ഏതൊക്കെ? വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നോൺ അയോണിക്കിൽ പഠിക്കുന്ന ഷോട്ട്കിയും ഫ്രെങ്കലും, അവരിലും എന്ത് നടക്കുന്നുണ്ട്? അവരിലും ആക്ച്വലി നടക്കുന്നത് ഈ വേക്കൻസി ഡിഫക്റ്റ്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും തന്നെയാണ്. പക്ഷെ നമ്മൾ അവരെ വേറൊരു പേരിട്ട് വിളിക്കുക. എന്താ? ഷോട്ട്കി ഡിഫക്റ്റ് എന്നും ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നും. ഓക്കെ, അപ്പോൾ നോൺ അയോണിക് സോളിഡ്സിലാണ് വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും കാണിക്കുന്നത്. എന്താ വേക്കൻസി ഡിഫക്റ്റ് എന്ന് നോക്കാം. Vacancy, when some of the laticites are vacant, the crystal is said to have vacancy defect. ലാറ്റിസൈറ്റിലാണല്ലോ ആരിയ്ക്കുന്നത്? പാർട്ടിക്കിൾസ്. അപ്പം പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സൈറ്റിൽ, ആറ്റങ്ങൾ ഇരിക്കുന്ന സൈറ്റ് വേക്കൻ്റ് ആയിട്ടിരുന്നാൽ നമ്മൾ അവരെ എന്തെന്ന് പറയും? വേക്കൻസി ഡിഫക്റ്റ് ആണ് ഉള്ളതെന്ന് പറയും. ഫിഗർ 1.27 നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാം 2 വേക്കൻറ്റ് സ്പേസ്, അവിടെ 2 വേക്കൻറ്റ് സ്പേസ് ഇരിക്കുന്നത് കാണാം. ഏതൊക്കെയാ? സ്ക്വയറായിട്ട് കൊടുത്തിരിക്കുന്നതാണ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് ഒരു Na+ പോയെന്ന് വെച്ചോ, കൂട്ടത്തിൽ തന്നെ ഇവിടെ നിന്നൊരു Cl- പോയി. അപ്പം അവിടെ എന്താ ശരിക്കും? അതായത് അവരുടെ ആനിയോണിക് കാറ്റോണിക് റേഷ്യോയ്ക്ക് ഒരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് അവരെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അവിടെ ഒരു വേക്കൻസി ഉണ്ടായി, അതായത് അവിടെ ആറ്റങ്ങൾ ഇല്ലാണ്ടായി. ദിസ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. അങ്ങനെ നോക്കുമ്പം ആ സബ്സ്റ്റൻസിൻ്റെ എന്ത് കുറയും? ഡെൻസിറ്റി കുറയും അല്ലേ. ദിസ് ഡിഫക്റ്റ് ക്യാൻ ഓൾസോ ഡെവലപ്പ് വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ്. ഇത് യൂഷ്വലി ഡെവലപ്പ് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മളൊരു സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്, വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് ഡിഫക്റ്റാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. വെൻ സം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്, ആറ്റം ആയിക്കോട്ടെ മോളിക്യൂൾ ആയിക്കോട്ടെ, occupy an interstitial site, the crystal is said to have interstitial defect. വേറെ ഒരു സ്ഥലം, അത് ഇരിക്കേണ്ട സ്ഥലത്തുനിന്ന്, ലാറ്റിസൈറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി ഇരിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയും. ദിസ് ഡിഫക്റ്റ് ഇൻക്രീസസ് ദി ഡെൻസിറ്റി. നമുക്കറിയാം ലാറ്റിസൈറ്റിലെല്ലാം ആറ്റങ്ങളുണ്ട്, കൂടാതെ ഒരാൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലും കൂടെ വന്നാൽ എന്ത് സംഭവിക്കും? വെയിറ്റ് കൂടും അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടും. അപ്പം ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്താ ശരിക്കും?
കൂട്ടുന്നത്? ഇൻക്രീസസ് ദി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഡെൻസിറ്റി കൂട്ടും. ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കാമെങ്കിൽ കാണാം ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിൻ്റെ. അത് കണ്ടോ അവിടെ? ഇവരെല്ലാം കറക്റ്റ് ലാറ്റിസൈറ്റുകളാണ്. ഈ ലാറ്റിസൈറ്റ് ഇത്ര ഇരിക്കുന്ന കൂട്ടത്തിൽ അവിടെ കണ്ടോ ഇൻഡസ്ട്രീഷ്യൽ 2 പേര് ഇടയ്ക്ക് വന്നിരിപ്പുണ്ട്. അപ്പം അവരാണ് അങ്ങനെ വരുമ്പോൾ, അങ്ങനെ 2 പേര് വന്ന് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് അയോണിക് സോളിഡ്സിലെ ഡിഫക്റ്റാണ്. അതായത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ അയോണിക് സോളിഡുകൾ കാണിക്കുന്നത് എങ്ങനെയാണെന്ന്. അതിൻ്റെ 2 പേരുകളാണ് ഏതൊക്കെയാണ്? ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോർട്ട് കീ ഡിഫക്റ്റും. ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. ദിസ് ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സോളിഡ്സ്. ഇത് കാണിക്കുന്നത് ആരാണ്? അയോണിക് സോളിഡ്സ് ആണ് കാണിക്കുന്നത്. അതായത് കാറ്റയോണും ആനയോണും ഉള്ളവർ. ദ സ്മോളർ അയോൺ യൂഷ്വലി കാറ്റയോൺ ഈസ് ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു ആൻ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. ഒരു കാറ്റയോൺ എന്ത് സംഭവിക്കും? അതിൻ്റെ നോർമൽ സൈറ്റിൽ നിന്ന് എവിടെ പോയിരിക്കും? ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് പോയിരിക്കും. അപ്പം അതെന്തുണ്ടാക്കും? അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ ഒരു വേക്കൻസി ഡിഫക്റ്റും ഉണ്ടാക്കും. പുതിയതായിട്ട് ചെന്നിരിക്കുന്ന സ്ഥലത്ത് ഒരു ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഉണ്ടാക്കും. അപ്പം ഫ്രെങ്കൽ ഡിഫക്റ്റിനകത്ത് 2 ഡിഫക്റ്റുകളും ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് ചെന്നിരിക്കുന്നിടത്ത് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. അതിന് വേറൊരു പേര് പറയും. കാരണം ലൊക്കേഷൻ മാറുന്നത് കൊണ്ട് തന്നെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും പറയുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. ഫ്രെങ്കലിനകത്ത് എന്ത് മാറുന്നില്ല? ഡെൻസിറ്റി ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദെയർ ഈസ് എ ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് അയോൺസ്. ഫോർ എക്സാമ്പിൾ, അതായത് ഫ്രെങ്കൽ ഡിഫക്റ്റ് നമ്മൾ പറഞ്ഞു യൂഷ്വലി സ്മോൾ ആയിട്ടുള്ള കാറ്റയോണാണ് എപ്പോഴും മാറിപ്പോകുന്നതെന്ന്. അതായത് ഒരു സൈറ്റിൽ നിന്ന് പെട്ടെന്ന് വെളിയിൽ ചാടിപ്പോകാൻ തക്കോണം കുഞ്ഞതായതുകൊണ്ട് തന്നെ വേറൊരു സൈറ്റിൽ പോയിരിക്കുന്നത് ആരാണ്? ഈ കാറ്റയോണാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണിക്കുന്നത് എങ്ങനത്തെ കോമ്പൗണ്ടുകളായിരിക്കും, അല്ലെങ്കിൽ എങ്ങനത്തെ സോളിഡുകളായിരിക്കും? വലിയ ആനയോണും ചെറിയ കാറ്റയോണുകളും കൂടി ചേർന്നുണ്ടാവുന്ന സോളിഡുകളായിരിക്കും പോകുന്നത്. അതിന് എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പോൾ സിങ്ക് സൾഫൈഡ് ആണെങ്കിൽ AgCl ആണ്, AgBr, AgI. ഇതിൻ്റെയൊക്കെ സൈസ് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പീരിയോഡിക് ടേബിളിൻ്റെ ബേസിസിൽ ഇവരുടെ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Zn2+, Ag+ ഒക്കെ ഇപ്പം Zn-Sൻ്റെ കേസിൽ എസിനേക്കാൾ വളരെ ചെറുതാണ്, ഭയങ്കര ചെറുതാണ് Zn2+. കാരണം 2 ഇലക്ട്രോണെ കൊടുത്തിട്ട് നിൽക്കുവാണ്. അതുതന്നെ ഇതിൻ്റെ സൈസ് ഭയങ്കര കുഞ്ഞതാണ്. അപ്പം എസ് ആണെങ്കിലോ ഭയങ്കര വലുതാണ്, 2 എണ്ണത്തെ വാങ്ങിയിട്ട് നിൽക്കുക. അപ്പം അങ്ങനെ നല്ല ഡിഫറൻസ് ഉള്ളവരും അതായത് നല്ല ചെറുതും നല്ല വലുതുമായിട്ടുള്ള കാറ്റയോണും ആനയോണും കൂടെ ചേരുന്ന ആൾക്കാരാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കാറുള്ളത്. കാരണം എന്താ? ഇറങ്ങിപ്പോകുന്ന ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത് ആർക്കാ? കാറ്റയോണിന്. അതായത് കുഞ്ഞ് അയോൺ അതിൽ ഉണ്ടായിരിക്കണം. അപ്പം ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന അവരുടെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. സിങ്ക് സൾഫൈഡ്, AgCl, AgBr, AgI. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു സ്മോൾ സൈസ്. Ag+, Zn2+ ഒക്കെ പെട്ടെന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റ്.
ഇറ്റ് ഈസ് ബേസിക്കലി എ വേക്കൻറ്റ് ഡിഫക്റ്റ് ഇൻ അയോണിക് സോളിഡ്. അയോണിക് സോളിഡിൽ തന്നെ എന്തോ ഡിഫക്റ്റാണ്? വേക്കൻറ്റ് ഡിഫക്റ്റാണ്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ആണെങ്കിലോ വേക്കൻറ്റ് ഡിഫക്റ്റും ഉണ്ട്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. പക്ഷേ ഷോർട്ട് കീ ഡിഫക്റ്റോ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ വേക്കൻസി ഡിഫക്റ്റാണ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രലാലിറ്റി ദ നമ്പർ ഓഫ് മിസ്സിംഗ് കാറ്റോൺ ആൻഡ് ആനിയോൺസ് ആർ ഈക്വൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഷോർട്ട് കീ ഡിഫക്റ്റിനകത്ത് എന്താ, ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ കാറ്റോൺ എത്ര എണ്ണം വെളിയിലിറങ്ങി പോകുന്നോ അത്രയും തന്നെ ആനിയോൺസ് എന്ത് ചെയ്യും, ആനിയോൺസും പോയിരിക്കും. എത്ര തന്നെ ആനിയോൺസ് ആണോ ഇറങ്ങിപ്പോകുന്നത് അത്രയും തന്നെ കാറ്റോണും ഇറങ്ങിപ്പോവും. അപ്പം ഈക്വൽ ആയിരിക്കും. ഇലക്ട്രിക്കൽ ന്യൂട്രലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ. ഇപ്പം ലൈക്ക് സിമ്പിൾ വേക്കൻസി ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ് ഓൾസോ ഡിക്രീസസ് ദി ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. സിമ്പിളായിട്ടുള്ള വേക്കൻസി ഡിഫക്റ്റിൽ എന്താ, ഇത് അതിൻ്റെ ഒരു സോളിഡ് സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി കുറയുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ അവർ ഈക്വലായിട്ടുള്ള ആൾക്കാർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്, ആറ്റങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ ഡെൻസിറ്റി കുറയും. നമ്പർ ഓഫ് സച്ച് ഡിഫക്റ്റ് ഇൻ അയോണിക് സോൾഡ് ഈസ് ക്വൈറ്റ് സിഗ്നിഫിക്കൻറ്റ്. അതുപോലെ തന്നെ അയോണിക് സോൾഡുകളിലുള്ള ഇങ്ങനത്തെ ഡിഫക്റ്റുകൾ അതിൻ്റെ എണ്ണങ്ങൾ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇനി NaCl ഒരു കോമ്പൗണ്ട് അവരോട് കൊടുത്തിരിക്കുന്നത് there are approximately 10⁶ ഷോർട്ട് കീ പെയർസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഓരോ സെൻറ്റിമീറ്റർ ക്യൂബിൽ എത്ര 10⁶ ഷോർട്ട് കീ പെയർ ഉണ്ട്. ഷോർട്ട് കീ പെയർസ് എന്ന് പറഞ്ഞാൽ ഒരു NaCl പോകണമെങ്കിൽ ഒരു Cl- പോകും. അങ്ങനെ 10⁶ പെയർ ഷോർട്ട് കീ പെയർസ് ഉണ്ട് ഒരു സെൻറ്റിമീറ്റർ ക്യൂബിൽ. ഇൻ 1 സെൻറ്റിമീറ്റർ ക്യൂബ് there are about 10⁻22 അയോൺസ്. ഇനി അതുപോലെ തന്നെ അവിടെയുള്ള അയോണുകളുടെ എണ്ണം എത്രയാണ്? 10⁻22 അയോണുകൾ. അങ്ങനെ വരുമ്പം 10⁶ അയോണിൽ എത്ര ഷോർട്ട് കീ ഡിഫക്റ്റാണ് ഉണ്ടാവുന്നത്? 1 ഷോർട്ട് കീ ഡിഫക്റ്റാണ് ഉണ്ടാവുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസ് ഇൻ വിച്ച് കാറ്റോൺ ആൻഡ് ആനിയോൺ ആർ ഓഫ് ഓൾമോസ്റ്റ് സിമിലർ സൈസസ്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, മറ്റേടത്താണെങ്കിൽ നല്ല ലാർജ് ഡിഫറൻസ് ഉണ്ടാവുന്നവരായിരുന്നു. കാരണം കാറ്റയോൺ ആണ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചെറിയ കാറ്റയോണും വലിയ ആനിയോണും കൂടെ ഉള്ള കോമ്പൗണ്ടിലായിരുന്നു ഫ്രെങ്കൽ ഡിഫക്റ്റ് കൂടുതലായി കാണിക്കുന്നതെങ്കിൽ ഇവിടെയോ ഈക്വൽ ആയിരിക്കണം. അയോണിൻ്റെ കാറ്റയോണിൻ്റെ ആനിയോണിൻ്റെ സൈസ് ഏകദേശം ഈക്വൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ NaCl, KCl, സീഷ്യം ക്ലോറൈഡ്, അതുപോലെ സിൽവർ ബ്രോമൈഡ്, ഇവരുടെയൊക്കെ കേസ് എടുത്താൽ എന്താ ഏകദേശം സിമിലറാണ്. ആൻഡ് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് AgBr ഷോ ബോത്ത് ഫ്രെങ്കൽ ആസ് വെൽ ആസ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന AgBr ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കും, ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കും. അതിൻ്റെ ആ പിക്ചർ നിങ്ങൾ നോക്കിക്കേ, ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ പിക്ചറും ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ പിക്ചറും. ഫ്രെങ്കൽ ഡിഫക്റ്റിൻ്റെ പിക്ചറിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഒരു വേക്കൻസി ഡിഫക്റ്റും ഉണ്ടാകും, അതുപോലെ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഉണ്ടാകും. ഇവിടെ ഒരു വേക്കൻസി ഡിഫക്റ്റും ഉണ്ടായി, ഇവിടെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റും ഉണ്ടായി. ഇനിയും ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ കേസ് എടുത്താൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. കാരണം എന്താ, ഈക്വൽ പെയറാണ് പോകുന്നത്. ഒരു Na+ പോയിട്ടുണ്ടെങ്കിൽ ഒരു Na- പോകും, അങ്ങനെ. സോ നമുക്ക് പെട്ടെന്ന് ഡിഫക്റ്റ് തിരിച്ചറിയാൻ ഷോർട്ട് കീയിൽ കുറച്ച് പാടാണ്. ഓക്കെ, എന്നിട്ട് രണ്ടും കാണിക്കുന്നതിന് എക്സാമ്പിൾ, ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്നതിന് എക്സാമ്പിൾ ആരാ? AgBr. അത് ഓർത്ത് വെക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. എന്താ
സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ ഏതൊക്കെയായിരുന്നു? വേക്കൻസി ഡിഫക്റ്റ്, ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്, പിന്നെ അയോണിക് സോളിഡ്സ് ആകുമ്പം നമ്മൾ അവരെ വേറെ പേര് വിളിക്കും. എന്താ? ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്നും ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നും. ഇവരിൽ ഉള്ളിലും എന്ത് ഡിഫക്റ്റുകൾ തന്നെ നടക്കുന്നത്? വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റിൻ്റെയും കോമ്പിനേഷനാണ് ഫ്രെങ്കൽ ഡിഫക്റ്റിലുള്ളത്. ഷോർട്ട് കീ ഡിഫക്റ്റിലാണെങ്കിൽ വേക്കൻസി ഡിഫക്റ്റാണ് ഉള്ളത്. ഇപ്പോൾ ഡെൻസിറ്റി കുറയുമെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. പേരിൽ തന്നെയുണ്ട് എന്താ? വേറെ ഒരു ഇമ്പ്യൂരിറ്റി, ഒരു കോമ്പൗണ്ടിൽ വേറൊരു ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള എലമെൻറ്റ് വന്നിരിക്കുക. If molten NaCl containing a little amount of strontium chloride is crystallized, some of the site of Na plus ion are occupied by Sr2 plus. അതായത് ഇപ്പം കുറച്ച് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഉള്ള ഒരു NaCl എന്ത് ചെയ്തു? ക്രിസ്റ്റലൈസേഷൻ നടന്നെന്നിരിക്കട്ടെ. ആ NaCl ക്രിസ്റ്റലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഈ Na പ്ലസ് ഇരിക്കേണ്ട കുറേ സ്ഥലത്ത് ആര് വന്നിരിക്കും? Sr2 പ്ലസ് ഇരിക്കും. ഇതറിയാലോ. NaClനകത്ത് എങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്? Na പ്ലസും Cl മൈനസും ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ പിന്നെ വേറെ ആരുണ്ടെന്നാണ് പറഞ്ഞത്? സ്ട്രോൺഷ്യം ക്ലോറൈഡ് SrCl2. സ്ട്രോൺഷ്യം ക്ലോറൈഡ് എങ്ങനെയാണ്? Sr2 പ്ലസും Cl2 ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു മൈനസും. ഇങ്ങനെയാണ് 2+ ആയിട്ടും -ആയിട്ടും ആണ് നിൽക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? ഈ Na+ ഇരിക്കുന്ന സ്ഥാനത്തൊക്കെ, അതായത് NaClഉം Sr2 പ്ലസ് സ്ട്രോൺഷ്യം ക്ലോറൈഡും കൂടെ ഉള്ള ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പം Na+ൻ്റെ കുറേ സ്ഥലത്ത് ആര് കയറിയിരിക്കും? Sr2 പ്ലസ് കയറിയിരിക്കും. ഈച്ച് Sr2 പ്ലസ് റീപ്ലേസസ് 2 Na+ അയൺ. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു Sr2 പ്ലസ് കയറുമ്പോൾ 2 Na+ ആണ് റീപ്ലേസ് ആവുന്നത്. ഇറ്റ് ഓക്യുപ്പൈ ദ സൈറ്റ് ഓഫ് 1 അയോൺ ആൻഡ് ദ അതർ സൈറ്റ് റിമെയിൻസ് വേക്കൻറ്റ്. പക്ഷെ ഒരു Sr2 പ്ലസ്സേ കയറുന്നുള്ളൂ. Sr2 പ്ലസ് ഒരെണ്ണം കയറുമ്പോൾ 2 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? വേക്കൻ്റ് ആവുന്നുണ്ട്. കയറുന്ന ഒരു Sr2 പ്ലസ് ഒരു Na+ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നിരിക്കും, മറ്റിടത്ത് എന്ത് ചെയ്യും? വേക്കൻ്റ് ആയിട്ട് തന്നെ ഇട്ടേക്കും. The cationic vacancies thus produced are equal in number to that of Sr2 plus ion. അങ്ങനെ നോക്കുമ്പം കാറ്റയോൺ അല്ലേ എവിടെ വേക്കൻ്റ് ആയത്? ശരിക്കും ഒരു കാറ്റയോൺ വെളിയിൽ പോയി. അപ്പം ആ ഒരു കാറ്റയോണിക് വേക്കൻസി എന്തിന് ഈക്വൽ ആയിരിക്കും? എത്ര 2+ ആണോ കയറുന്നത് അതിന് ഈക്വൽ ആയിരിക്കും. അതായത് ഒരു Sr2 പ്ലസ് കയറിയപ്പോൾ ഒരു കാറ്റയോണിക് വേക്കൻസി ഉണ്ടായി. 2 Sr2 പ്ലസ് കയറുവാണെങ്കിൽ 2 കാറ്റയോണിക് വേക്കൻസി ഉണ്ടാവും. അനദർ സിമിലർ എക്സാമ്പിൾ ഈ സോളിഡ് സൊല്യൂഷൻ ഓഫ് കാഡ്മിയം ക്ലോറൈഡ് ആൻഡ് AgCl. ഇതുപോലെ തന്നെയാണ് AgClനകത്ത് കാഡ്മിയം ക്ലോറൈഡ് ഉള്ളത് ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോഴും ഇതേ സെയിം തന്നെയാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയേ, അപ്പം കുറച്ചും കൂടെ മനസ്സിലാകും. ഈ പിക്ചർ നോക്കാമെങ്കിൽ കാണാം NaClൻ്റെ ഒരു സോളിഡാണ്. Na+ഉം Cl- ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് Sr2 പ്ലസ് എന്ത് ചെയ്യും? Sr2 പ്ലസ് ഒരു Sr2 പ്ലസ് ഇങ്ങോട്ടേക്ക് വരും. ഒരെണ്ണം വരുമ്പോൾ എത്ര സ്ഥലം വേക്കൻ്റായി? 2 സ്ഥലം. ഇവിടെ ഇരുന്ന Na+ഉം പുറത്തോട്ട് പോയി, ഇവിടെ ഇരുന്ന Na+ഉം പുറത്തോട്ട് പോയി. ഈ വരുന്ന Sr2 പ്ലസ് എന്ത് ചെയ്യും? ഒരു സ്ഥലത്തേക്ക് പോയിരിക്കും, മറ്റേ സ്ഥലം അപ്പോഴും എന്തായിട്ട് കിടക്കും? വേക്കൻ്റ് ആയിട്ട് കിടക്കും. അപ്പം ഒരു ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിൽ എത്ര വേക്കൻ്റ് സ്പേസ് ഉള്ളത്? 1 വേക്കൻ്റ് സ്പേസ്. അതിൻ്റെ അർത്ഥം എത്രയാണോ ആൾ കയറുന്നത്, പുറത്തുനിന്ന് എത്ര ആളാണോ കയറുന്നത് അത്രയും തന്നെ വേക്കൻ്റ് സ്പേസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ആരിൽ? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിൽ. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിൽ കാറ്റയോണിക് വേക്കൻസിയാണ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഇരുന്ന് Na+ അല്ലേ പോകുന്നത്? Na+ എന്ന് പറഞ്ഞാൽ കാറ്റയോൺ. സോ കാറ്റയോണിക് വേക്കൻസിയാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിൽ ഉണ്ടാകുന്നത്. ഇത് സെയിം തന്നെയാണ് ഇത് കാഡ്മിയത്തിൻ്റെയും കാഡ്മിയം ക്ലോറൈഡിൻ്റെയും AgClൻ്റെയും കേസിൽ. ഇപ്പം Ag+, Cl-
Ag പ്ലസ് Cl മൈനസ്, ഇങ്ങനെ Cl മൈനസ് Ag പ്ലസ്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫുള്ളായിട്ട് ഇരിക്കുക. അപ്പം കാഡ്മിയം എന്ത് ചെയ്യും? കാഡ്മിയം കൂടെ ക്രിസ്റ്റലൈസേഷൻ നടക്കുന്ന കൂട്ടത്തിൽ കാഡ്മിയം ക്ലോറൈഡ് അവിടെ ഉണ്ടെങ്കിൽ ചില സൈറ്റുകളിൽ ആര് വന്നിരിക്കും? കാഡ്മിയം വരും. ഒരു കാഡ്മിയം Cd2+ ആണ് വരുന്നത്. Cd2+ ഒരെണ്ണം വരുമ്പോഴത്തേന് 2 Ag+ വെളിയിലേക്ക് പോകും. ഒരിടത്തേക്ക് ഇത് കയറിയിരിക്കും, പക്ഷെ ഒരു സ്ഥലം അപ്പോഴും വേക്കൻ്റായിട്ട് തന്നെ കിടക്കും. അങ്ങനെ വരുന്ന കാറ്റോണിക് വേക്കൻസി വരുന്ന ഡിഫക്റ്റ് ആണ് എന്ത്? ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അതായത് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ്, ഒരു ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആ ഒരു സോളിഡിൻ്റെ കാറ്റോണിക് ആനയോണിക് റേഷ്യോയിൽ വ്യത്യാസം ഉണ്ടാക്കിയെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയും. എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഡിഫക്റ്റ് ഡിസ്കസ്ഡ് സോ ഫാർ ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോഷിയോമെട്രി ഓഫ് ദ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതൊന്നും സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളായിക്കോട്ടെ അല്ല ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റുകളായിക്കോട്ടെ ഇവരാരും ഒരു സോളിഡിൻ്റെ സ്റ്റോഷിയോമെട്രിയെ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഹൗവർ എ ലാർജ് നമ്പർ ഓഫ് നോൺ സ്റ്റോഷിയോമെട്രിക് ഇൻഓർഗാനിക് സോളിഡ്സ് ആർ നോൺ which contain the constituent elements in non-stoichiometric ratio due to defect in their crystal structure. എന്നിരുന്നാലും ഒരുപാട് നോൺ സ്റ്റോഷിയോമെട്രിക് ആയിട്ടുള്ള ഇൻഓർഗാനിക് സോളിഡുകളുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത്? അതുണ്ടാവാനുള്ള കാരണം കോൺസ്റ്റിറ്റ്യൻ്റ് എലമെൻറ്റ്സ് നോൺ സ്റ്റോഷിയോമെട്രിക് റേഷ്യോയിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ആദ്യം പറഞ്ഞില്ലേ 5 Na+ഉം 5 Cl- ഉണ്ടായിരുന്ന ഒരു NaCl കോമ്പൗണ്ടിൽ നിന്നും ഒരു Na+ പോകും, പക്ഷേ Cl- 5 Cl- ഉള്ളത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അവിടെ എന്തോ പറ്റി? എലമെൻറ്റിൻ്റെ NaClഉം Na+ഉം Cl- എന്ന് പറയുന്ന 2 എലമെൻറ്റുകളിലെ ഓരോ എലമെൻറ്റിൻ്റെ പ്രൊപ്പോർഷനിൽ എന്ത് ചെയ്യും? വ്യത്യാസം സംഭവിച്ചു. ദീസ് ഡിഫക്ട്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഈ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് തന്നെ ഇനി 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ഒന്ന് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ ഒരു കാറ്റയോൺ, മെറ്റൽ എന്ന് പറയുമ്പോൾ കാറ്റയോൺ ആയിരിക്കുമല്ലോ. അതായത് ഒരു അയോണിക് സോളിഡ്സിൽ മെറ്റൽ എന്ന് പറയുന്നത് കാറ്റയോണും ആനയോണായിട്ടിരിക്കുന്നത് നോൺ മെറ്റലാണല്ലോ. അപ്പം മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് കാറ്റയോൺ കൂടുതലും, ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് പറയുമ്പം കാറ്റയോണിൻ്റെ അളവ് കുറവും. അങ്ങനെ 2 തരത്തിൽ എന്ത് പറ്റും? നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അതായത് കാറ്റയോണിൻ്റെ ആനയോണിൻ്റെയും റേഷ്യോ തമ്മിൽ വ്യത്യാസങ്ങൾ. അത് ഏതൊക്കെ തരത്തിലുള്ളതാ? ഒന്ന് മെറ്റൽ എക്സസ്, അതായത് കാറ്റയോണിൻ്റെ അളവ് കൂടും. പിന്നെ മറ്റേത് മെറ്റൽ ഡെഫിഷ്യൻസി, അതായത് കാറ്റയോണിൻ്റെ അളവ് കുറയും. ഇനി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. അതും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസി. ആനയോൺ വേക്കൻ്റ് ആകുമ്പോൾ മെറ്റൽ അവിടെ കൂടുതൽ ഒബ്വിയസ് ആയിട്ട്. അപ്പം അങ്ങനെ ഒരു മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ എങ്ങനത്തെ മെറ്റൽ എക്സസ് ഡിഫക്റ്റ്? ആ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ. വേറെ ഒരു എക്സ്ട്രാ കാറ്റയോൺ വരുമ്പോഴും എന്തുണ്ടാവാറുണ്ട്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇതാണ് നോക്കാൻ പോകുന്നത് ആനയോണിക് വേക്കൻസീസ്. ആനയോണിൻ്റെ വേക്കൻസി കാരണം ഉണ്ടാവുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ആൽക്കലി ഹാലൈഡ്സ് ലൈക്ക് NaCl ആൻഡ് KCl ഷോ ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ്. ഇത് കാണിക്കുന്നത് NaCl KCl പോലെയുള്ള ആൽക്കലി ഹാലൈഡ്സ് ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇനി പറയുന്നത്. വെൻ ക്രിസ്റ്റൽസ് ഓഫ് NaCl ആർ ഹീറ്റഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സോഡിയം വേപ്പർ. അതായത് സോഡിയത്തിൻ്റെ വേപ്പർ, കുറേ സോഡിയം ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ട് NaClനെ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്യിപ്പിച്ചു. ദ സോഡിയം ആറ്റംസ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് ക്രിസ്റ്റൽ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ അറ്റ്മോസ്ഫിയറിലുള്ള സോഡിയം എവിടെ വരും? നമ്മുടെ ക്രിസ്റ്റലിൻ്റെ സർഫസിൽ വരും. ദ Cl- അയോൺ ഡിഫ്യൂസസ് ടു ദി സർഫസ് ഓഫ് ദി ക്രിസ്റ്റൽ. അപ്പോൾ ഈ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ആരുണ്ട്? Cl- Na+ഉം ആയിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പം അതിൽ Cl- എങ്ങോട്ടേക്ക് പോരും? ഈ വന്നിരിക്കുന്ന സോഡിയം ആറ്റത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട്
എന്ത് ചെയ്യും, NaCl ആയിട്ട് അങ്ങ് മാറും. ദിസ് ഹാപ്പൻസ് ബൈ ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ സോഡിയം ആറ്റം ടു ഫോം Na+ അയോൺ. ഇതിങ്ങനെ ശരിക്കും നടക്കുന്നതിന് ശരിക്കും ഇത് നടക്കണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ക്രിസ്റ്റലിൻ്റെ സർഫസിൽ വന്നിരിക്കുന്ന സോഡിയമായിട്ടിരുന്നാൽ അതിനൊരിക്കലും ക്രിസ്റ്റലിൻ്റെ ഉള്ളിലെ Cl- കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ സർഫസിലിരിക്കുന്ന സോഡിയം എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കും. അന്നെങ്കിൽ മാത്രമേ Cl- ആ സർഫസിൽ വന്നിരിക്കുന്ന ആ സോഡിയത്തിനോട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൂടിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പം റിലീസ്ഡ് ഇലക്ട്രോൺ ഡിഫ്യൂസ് ഉണ്ട്. അപ്പം സോഡിയം ഒരു ഇലക്ട്രോണെ റിലീസ് ചെയ്തിട്ടാണല്ലോ Na+ ആയത്. ആ റിലീസായിരിക്കുന്ന ഇലക്ട്രോൺ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലേക്ക് കയറും. എന്നിട്ട് Cl- അകത്തുനിന്ന് വെളിയിലേക്ക് വന്നല്ലോ, അല്ലെ സർഫസിലേക്ക് വന്നല്ലോ, ആ ആനയോണിൻ്റെ സൈറ്റിൽ പോയിട്ട് ഇരിക്കും. അപ്പം ഒരു ഇലക്ട്രോൺ അകത്തേക്ക് ചെല്ലുന്നത്, അല്ലാതെ വേറൊരു ആനയോണല്ല. അപ്പോൾ അവിടെ എന്തോ വേക്കൻസി ഉണ്ടായി, ആനയോണിൻ്റെ വേക്കൻസി ഉറപ്പായിട്ടും അവിടെ ഉണ്ടായി. ആസ് എ റിസൾട്ട് ദ ക്രിസ്റ്റൽ നൗ ഹാസ് ആൻ എക്സസ് ഓഫ് സോഡിയം. ഒരു ആനയോണിൻ്റെ വേക്കൻസി ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പം കൂടുതലിരിക്കുന്നത് ആരാ, കാറ്റയോൺ, അതായത് മെറ്റലാണ് കൂടുതലിരിക്കുന്നത്, Na+ ആണ് കൂടുതലിരിക്കുന്നത്. The anionic site occupied by unpaired electrons are called F centers. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ, അകത്തേക്ക് ആ ആനയോണിൻ്റെ വേക്കൻസിയുടെ സ്ഥലത്തേക്ക് ആര് വന്നിരുന്നു, സർഫസിലിരിക്കുന്ന സോഡിയം കളഞ്ഞ ഇലക്ട്രോൺ വന്നിരുന്നു. അൺപെയർ ആയിട്ടുള്ള ഇലക്ട്രോൺ അല്ലേ, അതവിടെ വന്നിരുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് F സെൻറ്റർ. അത് ആ വാക്ക് കിട്ടിയതെന്ന ജർമ്മൻ വാക്കായ ഫാർബൻ സെൻറ്റർ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ, കളർഡ് സെൻറ്റർ എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. ദേ ഇമ്പാർട്ട് യെല്ലോ കളർ ടു ദ ക്രിസ്റ്റൽസ് ഓഫ് NaCl. അപ്പം NaCl ഒരു മഞ്ഞ കളർ എടുത്ത് നോക്കി, NaCl കോമ്പൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഒരു മഞ്ഞ കളർ. അതിൻ്റെ കാരണം എന്താ, ഈ ഫ്രീ ഇലക്ട്രോൺ ഇവിടെ വന്ന് ഇരിക്കുന്നതുകൊണ്ട്, ആനയോണിൻ്റെ വേക്കൻസി സൈറ്റിൽ വന്ന് ഇരിക്കുന്നതുകൊണ്ടാണ്. ഇനി എന്താ അവിടെ പറഞ്ഞത്, കളർ റിസൾട്ട് ബൈ എക്സൈറ്റേഷൻ ഓഫ് ദി ഇലക്ട്രോൺ വെൻ ദി അബ്സോർബ് എനർജി ഫ്രം ദി വിസിബിൾ ലൈറ്റ് ഫോളോയിങ് ഓൺ ദി ക്രിസ്റ്റൽസ്. ഇനി എങ്ങനെയാണ് ഇവർ ഇവർക്ക് കളർ ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഈ ഇലക്ട്രോൺസ്. അതെങ്ങനെയാണ് ശരിക്കും, അതായത് ഈ വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ചിലുള്ള, അല്ലെ വിസിബിൾ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് അവർ അബ്സോർബ് ചെയ്യുന്ന എനർജി അബ്സോർബ് ചെയ്തിട്ട് അവർ എക്സൈറ്റഡ് ആവും ഈ ഇലക്ട്രോണുകൾ. അങ്ങനെ എക്സൈറ്റഡ് ആകുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ കളറിനെ കാണിക്കുന്നത്. അപ്പോൾ വിസിബിൾ ലൈറ്റാണ് അവർ അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് യെല്ലോ കളറ് ചിലപ്പോൾ കിട്ടും, റെഡ് കളറ് കിട്ടും, ചിലപ്പം അങ്ങനെ വയലറ്റ് കളറ് കിട്ടും, അങ്ങനെ പല കളറ് കിട്ടുന്നതിൻ്റെ കാരണം ഇവർ എക്സൈറ്റഡ് ആവുന്നത് കൊണ്ടാണ്. ആ റേഞ്ചിലുള്ള വിസിബിൾ ലൈറ്റിൻ്റെ എനർജി ഇവർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ്. അബ്സോർബ് ചെയ്തിട്ട് ഇവർ എക്സൈറ്റഡ് ആവും, അപ്പോഴാണ് നമുക്ക് ആ കളർ കിട്ടുന്നത്. സിമിലർലി എക്സസ് ഓഫ് ലിത്തിയം മേക്ക് LiCl ക്രിസ്റ്റൽ പിങ്ക് അല്ലേ. ഇപ്പം ഇവിടെ ആരായിരുന്നു കൂടിയത്, എക്സസ് ഓഫ് Na+ കൂടി, അതായത് ഒരു Cl- പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉള്ളിലേക്ക് വന്നു. ആക്ച്വലി അതാണ് റീസൺ. പക്ഷെ ഇവർ വേറൊരു രീതിയിലും കൂടെ പറഞ്ഞിരിക്കുകയാണ്, എക്സസ് ആയിട്ടുള്ള ലിത്യം ക്ലോറൈഡും ലിത്യവും കൂടെ ഹീറ്റ് ചെയ്താൽ, അതായത് ലിത്യം ക്ലോറൈഡ് ലിത്യത്തിൻ്റെ വേപ്പറിൽ ഹീറ്റ് ചെയ്താൽ ഇപ്പം നമ്മൾ കണ്ട പോലൊക്കെ തന്നെ സംഭവിക്കുക. Na+ പോലെ തന്നെ Na വന്നിട്ടിരിക്കും, എന്നിട്ട് ഒരു ഇലക്ട്രോണിനെ അകത്തേക്ക് വിടും, എന്നിട്ട് ഉള്ളിലിരിക്കുന്ന ആനയോൺ വെളിയിലേക്ക് പോകും. ആ വേക്കൻറ്റ് സ്പേസിലേക്ക് ലിത്യം വിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ആറ്റം വിട്ടിരിക്കുന്ന ഇലക്ട്രോൺ കടന്നു വരും. അങ്ങനെ വരുമ്പം ഉള്ളിൽ എന്ത് സംഭവിക്കും, ഒരു ആനയോണിൻ്റെ വേക്കൻസി ഉണ്ടായി, അതായത് മെറ്റലിൻ്റെ അല്ലെ കാറ്റയോൺ കൂടുതലായി, അല്ലെ മെറ്റൽ എക്സസ് ആയി. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് പറയാം എന്താ, ലിത്യം കൂടിയപ്പോഴാണ് ലിത്യം ക്രിസ്റ്റൽസിന് പിങ്ക് കളർ ഉണ്ടായെന്ന് പറയാം. അതുപോലെ തന്നെ പൊട്ടാഷ്യം കൂടിയപ്പോൾ KCl ഇതുപോലെ തന്നെ KClനും വയലറ്റ് കളർ കിട്ടാനുള്ള കാരണം എന്താ, K കൂടിയത്, പൊട്ടാഷ്യം കൂടിയത്, അല്ലെ K+ കൂടിയത് കാരണം. അല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ആണ് കളർ കൊടുക്കുന്നത്, ഇവർ വേറൊരു രീതിയിലും പറഞ്ഞതേ ഉള്ളൂ.
ഇനി ആ ഫിഗർ 1.32 നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാം എഫ് സെൻറ്റർ ഇൻ എ ക്രിസ്റ്റൽ, അതായത് നമ്മൾ പറഞ്ഞ ഫാബൻസൺ സെൻറ്റർ കാണാൻ പറ്റും. ആനയോണ്ട് വേക്കൻസിയുടെ അടുത്ത് അകത്ത് ആര് വന്നിരിക്കും? ഇലക്ട്രോൺ പുറത്തുനിന്ന് വന്ന് ഇരിക്കും. ആ ഒരു ഫ്രീ ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ അത് എന്തൊക്കെ കാണിക്കും? പാരാമാഗ്നറ്റിക് ആണ്, അതായത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്റ്റും ചെയ്യും ആ സോളിഡ്, അതുപോലെ തന്നെ അതിന് കളറും കൊടുക്കും. ഇനി നെക്സ്റ്റ് ആണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റൂൺ അറ്റ് ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഒരു എക്സ്ട്രാ കാറ്റൂൺ വരുന്നത് കൊണ്ട് മെറ്റലിൻ്റെ വരുമ്പം ഉണ്ടാകുന്ന മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. അതിന് എക്സാമ്പിൾ അവർ പറഞ്ഞിരിക്കുന്നത് സിങ്ക് ഓക്സൈഡ് ഈസ് വൈറ്റ് ഇൻ കളർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഓൺ ഹീറ്റിംഗ് ഇറ്റ് ലോസസ് ഓക്സിജൻ ആൻഡ് ടേൺസ് യെല്ലോ. സിങ്ക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ZnO എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്. അത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേനും ഓക്സിജനെ ലോസ് ആവും. ഓക്സിജൻ പോയിട്ട് അതിന് ഏത് കളർ വരും? ഒരു യെല്ലോ കളർ വരും. Now there is excess of zinc in the crystal and its formula becomes Zn1 plus XO. അതായത് നേരത്തെ സെയിം പ്രൊപ്പോർഷൻ ആയിരുന്നത് ഇപ്പം ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ എന്തായിട്ട് മാറും? സിങ്കിൻ്റെ അളവ് കൂടും. The excess Zn2 plus ion move to the interstitial site and the electron to the neighboring interstitial site. അതെങ്ങനെയാണെന്ന് കാണിക്കാം. അതായത് Zn2 പ്ലസ് സിങ്ക് ഓക്സൈഡിൻ്റെ ക്രിസ്റ്റൽ ഇങ്ങനെ ഇരിക്കുകയാണ്. Zn2 പ്ലസ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ എന്ത് നടക്കും? സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം രണ്ട് ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് അവർ Zn2 പ്ലസും രണ്ട് ഇലക്ട്രോണിനെ കളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം ഇങ്ങനെ ഹീറ്റ് ചെയ്തപ്പോൾ ഇവിടെ ആര് കൂടി? ഓക്സിജൻ പോയി. അപ്പം ഇവിടെ ആര് കൂടി? Zn2 പ്ലസ് കൂടി. അവരെന്ത് ചെയ്യും? ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് വന്നിരിക്കും. Zn2 പ്ലസ് വന്നിരിക്കും. അപ്പം രണ്ട് എന്ത് കൂടി? പ്ലസ് സൈൻ കൂടി. അതായത് രണ്ട് പോസിറ്റീവ് കൂടിയത് കൊണ്ട് തന്നെ അതിനെ ഇലക്ട്രിക്കലി ന്യൂട്രലാക്കാൻ വേണ്ടി തന്നെ ഈ ഇലക്ട്രോണും ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്സിലേക്ക് കയറി ഇരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ ശരിക്കും ഉണ്ടായത്? മുമ്പ് ആദ്യം അവിടെ Zn2 പ്ലസും സെയിം ആയിരുന്നു, O2 മൈനസും സെയിം ആയിരുന്നു, 1:1 ആയിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? Zn2 പ്ലസ് എക്സ്ട്രാ വെളിയിൽ നിന്ന് വന്നപ്പം കൂടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2:1 എന്ന് വേണം എഴുതാം. ഒരെണ്ണം അവിടെ കൂടുകയും ചെയ്തു. ഈ O2ൻ്റെ അങ്ങനെ തന്നെ റിമെയിൻ ചെയ്തിരിക്കുമല്ലേ? ഇപ്പം കണ്ടില്ലായിരുന്നോ? ഇപ്പം കാണിച്ചപ്പം ഞാൻ Zn2 പ്ലസ് ഒരെണ്ണം കയറി. അതിനെ ന്യൂട്രലാക്കാൻ വേണ്ടി ഇലക്ട്രോൺസ് ആണ് അകത്തേക്ക് കയറിയത്. അത് നമ്മൾ കൂട്ടത്തില്ല. O2 മൈനസിൻ്റെ റേഷ്യോ അതുപോലെ തന്നെ റിമെയിൻ സെയിം ആയിട്ട് തന്നെ നിൽക്കും. പക്ഷെ അവിടെ ആരാ വന്നത്? പുറത്തുനിന്നൊരു Zn2 പ്ലസ് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അളവാണ് കൂടുതൽ. അതായത് മെറ്റൽ വീണ്ടും അവിടെ എക്സസ് ആയി. ഓക്കെ, ഇവിടെയും ഫ്രീ ഇലക്ട്രോൺസുകൾ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെയും കളർ ചേഞ്ച് സംഭവിക്കുന്നത്. ഇനി ലാസ്റ്റാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആ പേരിൽ തന്നെയുണ്ട്. ഒരു മെറ്റലിൻ്റെ അല്ലെങ്കിൽ കാറ്റോണിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാവുന്ന നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്.
അത് കാണിക്കുന്നത് ആരാന്ന് വെച്ചാൽ 2 സ്റ്റേബിൾ സ്റ്റേറ്റൊക്കെ ഉള്ള ആളുകളാണ് കാണിക്കുന്നത്. 2 സ്റ്റേബിൾ സ്റ്റേറ്റുകൾ കാണപ്പെടുന്ന സോൾഡുകളാണ് കാണിക്കുന്നത്. എക്സാമ്പിൾ കാണിച്ചു തരുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇവിടെ ചിലപ്പം വായിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. ആദ്യം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. അതായത് ഇപ്പം ഫെറസ് ഓക്സൈഡിൻ്റെ ഇങ്ങനെ നിൽക്കുവാണ്. O2 മൈനസ് Fe2 പ്ലസ് Fe2 പ്ലസ് O2 മൈനസ് O2 മൈനസ് Fe2 പ്ലസ് Fe2 പ്ലസ് O2 മൈനസ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം എന്ത് ചെയ്യും? ഇപ്പം 3 Fe2 പ്ലസ് മിസ്സായി. 3 Fe2 പ്ലസ് മിസ്സായി. അപ്പം 3 Fe2 പ്ലസ് മിസ്സായപ്പം എത്ര ചാർജ് പോയി? 6 ചാർജ് പോയി അല്ലേ? അങ്ങനെ ചാർജ് പോയപ്പം എന്ത് ചെയ്ത് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് കടന്നു വരുന്ന ആരാ? Fe3 പ്ലസ് വരും. Fe3 പ്ലസ് ഇവിടെയും വരും. ചാർജ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയല്ലോ, കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് വരും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇരുന്ന മെറ്റലിന് ഡെഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ആ സ്പേസ് വേക്കൻ്റ്, അതായത് മെറ്റൽ ഡെഫിഷ്യൻസി അവിടെ അങ്ങനെ ഉണ്ടാവുന്നത്. ഇതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പം അങ്ങനെ Fe3 പ്ലസ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താ ഫെറസ് ഓക്സൈഡിൽ അയണിൻ്റെയും ഓക്സിജൻ്റെയും കോമ്പസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കും. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ ഫെറസ് ഓക്സൈഡ് അവരുടെ 1:1, അതായത് അയണും ഓക്സിജനും 1:1 ആണ് വരേണ്ടതെങ്കിലും അവരുടെ വാല്യൂസ് പലപ്പോഴും അയണിൻ്റെത് 0.93 തൊട്ട് 0.96 ഇതിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കും. ഓക്സിജൻ 1 തന്നെ റേഷ്യോ ആയിട്ട് നിൽക്കും. അതിൻ്റെ കാരണമാണ് നമ്മൾ ഇപ്പം കണ്ടത്. എന്ത് ചെയ്യും? Fe2 പ്ലസിനെ മിസ് ചെയ്യുമ്പോഴത്തേക്കിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി Fe3 പ്ലസ് വരും. ഓക്കെ, അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.